തലയിലെ ഞരമ്പിന് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അദ്നാന് അമർഷാൻ ഫൗണ്ടേഷന്റെ സഹായഹസ്തം. അദ്നാന്റെ ശസ്ത്രക്രിയാ ചെലവിലേക്കായി 3,67,620 രൂപ കൈമാറി. കുമ്പള പഞ്ചായത്തിലെ മൊഗ്രാൽ ബദരിയ നഗറിലെ 10 വയസ്സുകാരൻ അദ്നാന് ചികിത്സാ സഹായം കൈമാറി അമർഷാൻ ഫൗണ്ടേഷൻ. 5 ലക്ഷം രൂപ ശസ്ത്രക്രിയയ്ക്കായി ചെലവ് വരും. ഇതിൽ 3,67,620 രൂപയാണ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച് കുടുംബത്തിന് കൈമാറിയത്. വെറും 2 ആഴ്ച കൊണ്ടാണ് പ്രവർത്തകർ ഇത്രയും വലിയ തുക സമാഹരിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിൽ മൊഗ്രാൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന 10 വയസ്സ് മാത്രം പ്രായമുള്ള അദ്നാൻ എന്ന് പറയുന്ന കുഞ്ഞു മോന് വളരെ എമർജൻസിയായി കീഹോൾ സർജറി ചെയ്യണമെന്ന് കോഴിക്കോട് നിംസ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചപ്പോൾ കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന കുട്ടിയുടെ പിതാവായ നിസാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂടപ്പുറപ്പിന് ഏകദേശം ആദ്യ സർജറിക്ക് 3 ലക്ഷവും രണ്ടാമത്തെ സർജറിക്ക് 2 ലക്ഷവും ആയി എസ്റ്റിമേറ്റ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ തുക യാതൊരു കാരണവശാലും കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് നമ്മളെ അറിയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസത്തിലാണ്. വളരെ എമർജൻസിയായി ഈ സർജറി നടന്നില്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് വളരെ മാരകമായ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് പോകും. എത്രയും പെട്ടെന്ന് സർജറി അനിവാര്യമാണ്. ഒരു സമയം പോലും എൻ്റെ കുഞ്ഞ് വേദന സഹിച്ച് നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ വേദന ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മാസത്തെ വെറും പമ്പേഴ്സ് മാത്രം വാങ്ങാനുള്ള ചെലവ് 2,500 മുതൽ 3,000 രൂപ വരെ വരുന്നുണ്ട്. അതൊക്കെ ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷേ ഈ ഒരു വലിയ തുക ഒറ്റ തവണയായി കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ല. കോഴിക്കോട് ആശുപത്രിയിൽ വെച്ചാണ് അദ്നാന്റെ ശസ്ത്രക്രിയ നടത്തുക. നിർധന കുടുംബത്തിന് ഭീമമായ തുക താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. ഉദാരമതികളുടെ കനിവ് കാത്തു കഴിയുകയാണ് ഈ കുടുംബം. അമർഷാൻ ഫൗണ്ടേഷൻ പ്രവർത്തകരെ പോലെ തങ്ങളെ ചേർത്ത് നിർത്താൻ സുമനസുകൾ തയ്യാറാവുമെന്ന പ്രതീക്ഷയിലാണ് അദ്നാന്റെ കുടുംബം. അമർഷാൻ, ഷാഫി കാസർഗോഡ്, അസീസ് മടിയൻ, ഇല്യാസ് തൃശൂർ, സിദ്ദിഖ് ഉസ്താദ്, നൌഷാദ് കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.